ഹായ് ഹലോ, ഇന്ന് 7ാം ക്ലാസ്സിലെ മലയാള പാഠവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫസ്റ്റ് ടൈം എക്സാമിന് വരുന്ന കുറച്ച് പാഠഭാഗങ്ങളും ക്വസ്റ്റ്യൻ ആൻസറൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠഭാഗങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മൂന്നാർ മലനിരകളുടെ പൂക്കളുടെ നൃത്തത്തിൽ എന്തെല്ലാമാണുള്ളത്? എന്തൊക്കെയാണ്? തിരയടിച്ചിളകുന്ന പോലെയുള്ള പൂക്കളുടെ നൃത്തത്തിന് സംഗീതമുണ്ട്. ആയിരക്കണക്കിന് വണ്ടുകളുടെയും തേനീച്ചകളുടെയും പതിഞ്ഞ ശബ്ദത്തിലുള്ള മൂളലുണ്ട്. തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചെറുകിളികളുടെയും ചിറകിളക്കങ്ങളുണ്ട്. താളമുണ്ട്. ചിറകിളങ്ങളുടെ താളമുണ്ട് എന്നാട്ടോ. ചിറകിളക്കങ്ങളുടെ താളമുണ്ട്. ഇളങ്കാറ്റിൻ്റെ തഴുകലുണ്ട്. ആരുടെയോ മധുരസ്വരത്തിലുള്ള ചിരികളുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എഴുത്തുകാരി എല്ലാം മറന്നു നിന്നു പോയത് എന്തെല്ലാം കണ്ടിട്ടായിരുന്നു? എന്തൊക്കെയാണ്? തേൻ നുകർന്ന് ലഹരി പിടിച്ച വണ്ടുകൾ ആ ഇതളുകളിൽ തന്നെ ചേർന്നുറങ്ങുന്നതായി കാണാം. അവയുടെ നീലക്കറുപ്പ് മെയ്യാകെ മഞ്ഞ പൂമ്പൊടി പൂശിയിരിക്കുന്നു. വായുവിൽ അനിർവചനീയമായ സുഗന്ധം നിറഞ്ഞു വിലസുന്നു. ആ വലിയ മലഞ്ചെരിവുകൾ മുഴുവൻ വസന്തം വന്നു നിന്ന് ആഹ്ലാദ നൃത്തം ചവിട്ടുന്ന പോലെ എഴുത്തുകാരിക്ക് അനുഭവപ്പെടുന്നു. എഴുത്തുകാരി കണ്ണുകൾ കൂമ്പി ആ സൗന്ദര്യ ലോകത്തിൽ എല്ലാം മറന്ന് ഏറെ നേരം നിന്നുപോയി. അടുത്ത ക്വസ്റ്റ്യൻ, കുറിഞ്ഞിച്ചെടികൾ നീണ്ട തപസ്സിലാണ് എന്ന് പറയാൻ കാരണമെന്ത്? ഒരു പുഷ്പോത്സവം കഴിഞ്ഞാൽ കുറിഞ്ഞിപ്പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു. ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവച്ച് ഉണങ്ങി നിൽക്കുന്നു. മലഞ്ചെരിവുകൾ ശൂന്യമായി തീരുന്നു. എല്ലാം നിശ്ചലവും നിശബ്ദവുമാകുന്നു. എന്നാൽ നാം അറിയാതെ ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞിട്ടുണ്ട്. മണ്ണിനടിയിൽ അവയെല്ലാം കാത്തുകിടക്കുന്നു. ഇനി ഒരു 12 കാലം കഴിയണം പൂക്കൾ വിരിയാൻ. അതുവരെ നീണ്ട തപസ്സിലാണ് കുറിഞ്ഞിച്ചെടികൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഈ മനോഹാരിത നമുക്ക് വേണ്ടിയല്ല, പിന്നെ ആർക്കൊക്കെ വേണ്ടിയാണ്? അടുത്ത ക്വസ്റ്റ്യനാണ്. ഉത്തരം, എല്ലാം നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയല്ല, പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ മനോഹാരിത എന്നാണ് സുഗതകുമാരി കുറിക്കുന്നത്. തേനീച്ചകൾക്കു വേണ്ടി ശലഭങ്ങൾക്കും വണ്ടുകൾക്കും തുമ്പികൾക്കും കണ്ണുകൾ കൊണ്ട് കാണാനാവാത്ത കോടിക്കണക്കിന് പ്രാണികൾക്കും വേണ്ടി ഭൂമി എന്ന അമ്മയ്ക്കു വേണ്ടിയുമൊക്കെയാണ് ഈ ലാവണ്യ ദൃശ്യോത്സവം എന്നാണ് എഴുത്തുകാരി പറയുന്നത്. ആ മനോഹര ദൃശ്യം കാണാൻ നിങ്ങൾ ഒരിക്കൽ പോകണം. എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ അവിടെ കാണാൻ ആഗ്രഹിക്കുന്നത്? മൂന്നാറിലെ മഞ്ഞുമൂടിയ മലഞ്ചെരിവുകൾ കാണാനും ആ തണുപ്പ് അനുഭവിക്കാനും ഒരിക്കലെങ്കിലും പോണമെന്നാണ് എഴുത്തുകാരി പറയുന്നത്. കുറിഞ്ഞിപ്പൂക്കൾ നീലക്കടൽ പോലെ വിരിഞ്ഞു നിൽക്കുന്നതും കാറ്റു വീശുമ്പോൾ നീലക്കുറിഞ്ഞിപ്പൂക്കൾ തിരയടിച്ചിളകുന്നതുപോലെ ഒന്നിച്ച് നൃത്തം വെക്കുന്നതും എനിക്ക് കാണണം. സുന്ദരമായ ഭൂപ്രകൃതിയുള്ള മൂന്നാറിൻ്റെ പ്രകൃതി ഭംഗി സമാനതകളില്ലാത്തതാണ്. വരയാടുകളും തേയിലത്തോട്ടങ്ങളാൽ പരവതാനി വിരിച്ച കുന്നുകൾ മുതൽ വെള്ളച്ചാട്ടങ്ങളും മൂടൽ മഞ്ഞുള്ള താഴ്വരകളും വരെ മൂന്നാറിനുണ്ട്. ഇവയൊക്കെ കാണുന്നത് എത്ര അവിസ്മരണീയമായിരിക്കും. അടുത്തത്, പുഷ്പോത്സവം കഴിഞ്ഞാൽ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു. പിന്നീട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? പുഷ്പോത്സവം കഴിഞ്ഞാൽ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നുവെന്നാണ് സുഗതകുമാരി പറയുന്നത്. തുമ്പികളും ശലഭങ്ങളും വണ്ടുകളുമെല്ലാം പറന്നകലുന്നു. ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഉണങ്ങി നിൽക്കുന്നു. മലഞ്ചെരിവുകൾ ശൂന്യമായി തീരുന്നു. എല്ലാം നിശ്ചലവും നിശബ്ദവുമാകുന്നു. പക്ഷെ ഒന്നും അവസാനിച്ചിട്ടില്ല. ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞു കഴിഞ്ഞു. മണ്ണിനടിയിൽ ഇനിയൊരു പുഷ്പോത്സവത്തിനായി അവ കാത്തിരിക്കുകയാണ്. പ്രകൃതി ഒരുക്കുന്ന ഒരു മനോഹാരിത ആസ്വദിക്കാൻ നാം എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? പ്രകൃതിയുടെ മനോഹാരിതകൾ ആസ്വദിക്കണമെങ്കിൽ നാം പ്രകൃതിയെ സംരക്ഷിക്കണം. നീലക്കുറിഞ്ഞിയെയും അതിൻ്റെ ആവാസ വ്യവസ്ഥയെയും സമ്പൂർണ്ണ വംശനാശത്തിൽ നിന്ന് സംരക്ഷിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുകയും ബോധവൽക്കരണം നടത്തുകയും വേണം. ജീവൻ്റെ നിലനിൽപ്പിന് സസ്യജന്തുജാലകങ്ങളും കാടുകളും മേടുകളും പുഴകളുമെല്ലാം അനിവാര്യമാണെന്നും മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണെന്നുള്ള തിരിച്ചറിവുണ്ടാവണം. എങ്കിൽ മാത്രമേ പ്രകൃതി ഒരുക്കുന്ന ഈ മനോഹാരിത നമുക്കും ഇനി വരുന്ന തലമുറകൾക്കും ആസ്വദിക്കാൻ കഴിയൂ. കുന്ന് കണ്ണിന് കുളിരേകുന്നത് എങ്ങനെയാണ്? ഇലകൾ നിറഞ്ഞ മരങ്ങളും വള്ളികളും കൊണ്ട് കുന്ന് നല്ല പച്ച നിറത്തിൽ കാണപ്പെടുന്നു. ഈ മനോഹരമായ കാഴ്ചയാണ് കണ്ണിന് കുളിരേകുന്നത്. കുന്നിന് വിചിത്രവർണ്ണം ലഭിക്കുന്നത് എപ്രകാരമാണ്? മരങ്ങളുടെ പച്ചിലകൾ, തളിരിലകൾ, പൂക്കൾ, പുല്ലുകൾ എന്നിവയിലെല്ലാം പോക്കുവെയിലിൻ്റെ കിരണങ്ങൾ ഏൽക്കുമ്പോഴാണ് കുന്നിന് വിചിത്രവർണ്ണം ലഭിക്കുന്നത്. ആഴി പോലെ കാണപ്പെടുന്നത് എന്താണ്?
ഇളകുന്ന ഇലകൾക്കും മരങ്ങൾക്കും വള്ളികൾക്കും ഇടയിലൂടെ നോക്കുമ്പോൾ കാണുന്ന ഇളങ്കറുപ്പുള്ള ചക്രവാളമാണ് ആഴി പോലെ കാണപ്പെടുന്നത്. സന്ധ്യാനേരത്തെ ആകാശം കാണുമ്പോൾ കടൽ പോലെ തോന്നുന്നു എന്നാണ് കവി പറയുന്നത്. പിക്ലുവിൻ്റെ ചേട്ടൻ മൈനയെ പിടിച്ച് കൂട്ടിലാക്കി. പിക്ലു ചേട്ടനോട് ചോദിക്കുക പോലും ചെയ്യാതെ അതിനെ കെട്ടഴിച്ചു പറത്തിവിട്ടു. അവൻ അങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാവാം? ആ മൈന വളരെ സങ്കടത്തിലാണെന്നും ഒന്നും തിന്നുന്നില്ലെന്നും പിക്ലു ശ്രദ്ധിച്ചു. അത് ഇടയ്ക്കിടെ ദയനീയമായി കരഞ്ഞുകൊണ്ടിരുന്നു. മൈനയുടെ കരച്ചിൽ കേട്ട് മറ്റു കിളികളൊന്നും പൂന്തോട്ടത്തിൽ വന്നില്ല. അതോടെ അവന് സങ്കടമായി. കിളികൾ വാനിൽ പറന്നു നടക്കേണ്ടവയാണ് എന്ന് ബോധ്യമുള്ള കുട്ടിയാണ് പിക്ലു. അവയെ കൂട്ടിലിട്ട് വളർത്തുന്നതിനോട് അവന് യോജിപ്പില്ല. ഈ കാരണങ്ങൾ കൊണ്ടാണ് പിക്ലു ചേട്ടനോട് ചോദിക്കുക പോലും ചെയ്യാതെ അതിനെ അഴിച്ചു പുറത്തുവിട്ടത്. പക്ഷികളെ ഇഷ്ടപ്പെടുന്ന പലരും അവരെ കൂട്ടിലടച്ചു വളർത്താറുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇല്ല, യോജിക്കുന്നില്ല. പക്ഷികളോടുള്ള സ്നേഹം പ്രകടമാകുന്നത് അവയെ കൂട്ടിലടച്ചിട്ടല്ല. പക്ഷികളും പ്രകൃതിയുടെ ഭാഗമാണ്. നമ്മളെപ്പോലെ തന്നെ സ്വാതന്ത്ര്യത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള അവകാശം അവയ്ക്കും ഉണ്ട്. അവയെ കൂട്ടിൽ അടയ്ക്കുമ്പോൾ മറ്റു പക്ഷികളോട് കൂട്ടുകൂടാനും സ്വതന്ത്രമായി പറക്കാനും ഉള്ള അവസരം നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പക്ഷികളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നാം അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തരുത്. പിക്ലു ദുഃഖിതനായിരുന്നു. അമ്മ ദുഃഖിതയായിരുന്നു. അവർ ദുഃഖിതരായിരുന്നു. അടിവരയിട്ട പദങ്ങൾ വ്യത്യസ്തമാക്കുന്നത് എന്തുകൊണ്ട്? ദുഃഖിതനായിരുന്നു എന്നുള്ളത് ഇതൊരു പുരുഷനെ സൂചിപ്പിക്കുന്നതാണ്. പിക്ലു ആൺകുട്ടിയായതുകൊണ്ടാണ് ദുഃഖിതൻ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. ദുഃഖിതയായിരുന്നു എന്നുള്ളത് ഇത് സ്ത്രീയെ സൂചിപ്പിക്കുന്നു. അമ്മ സ്ത്രീ ആയതുകൊണ്ട് ദുഃഖിത എന്ന് പ്രയോഗിച്ചിരിക്കുന്നു. ദുഃഖിതരായിരുന്നു എന്നുള്ളത് പുരുഷന്മാരും സ്ത്രീകളെയും സൂചിപ്പിക്കുന്നു. കൂടുതൽ ആളുകൾ ഉള്ള ഇടത്താണ് ദുഃഖിതർ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വീഡിയോസ് ഞാനിടാം. ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ്. ഇതൊക്കെ പഠിച്ചു വെക്കുക. ഓരോ പാഠഭാഗത്തിൻ്റെയും കണ്ടൻറ്റ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും. ഓൾ ദി ബെസ്റ്റ്. വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.